പ്രതികരിച്ചത്. പോലീസ് എത്തുകയായിരുന്നു. ഷോൺ ജോർജ് പ്രതികരിക്കാൻ തയ്യാറാവുന്നില്ല. ഏതായാലും പോലീസൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ കാര്യങ്ങൾ എന്നാണ് പ്രതികരണം. രാവിലെ BJP നേതാക്കളുടെ നേതൃത്വത്തിൽ അവരൊരു പ്രകടനമായി പോലീസ് സ്റ്റേഷനിലേക്ക് പോകാനായിരുന്നു നീക്കമെങ്കിലും പോലീസ് എത്തി അത് സാധ്യമല്ല, അതിന് അനുവദിക്കില്ല എന്ന് അറിയിക്കുകയാണ് ഉണ്ടായത്. വിശദാംശങ്ങളുമായി JNS രാജു തുടരുന്നുണ്ട്. ജെയിൻ, ഈ പ്രവർത്തകർ പറയുന്നത് പോലെ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തി ഹാജരാകാമെന്ന് പറഞ്ഞിരുന്നു PC ജോർജ്. നോട്ടീസിന് മറുപടിയായി അത് അറിയിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എന്തുകൊണ്ട് ഈ അറസ്റ്റ് നാടകമെന്നാണ് അവർ ഉയർത്തുന്ന ഒരു ചോദ്യം. മോത്തി, പ്രധാനമായിട്ടുള്ള ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇതൊരു ഇത്തരത്തിൽ ഈരാറ്റുപേട്ട ടൗണിലൂടെ ഒരു പ്രതിഷേധം അല്ലെങ്കിൽ ഒരു പ്രകടനം എന്ന രീതിയിൽ പോയാൽ അതൊരു ക്രമസമാധാന പ്രശ്നമായി മാറുമോ എന്ന് പോലീസ് ഭയപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് അത്തരത്തിലൊരു നിയന്ത്രണം ഏർപ്പെടുത്തിയത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഒരു BJP പ്രവർത്തകരുടെ നേതൃത്വത്തിൽ കൂട്ടമായി പ്രവർത്തകർ മുന്നോട്ട് പോയാൽ അതൊരു മറ്റൊരു ക്രമസമാധാന പ്രശ്നമായി മാറുമോ എന്ന് പോലീസ് ഭയപ്പെടുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു പ്രകടനമായി ഒരു ഷോയായി പോലീസ് സ്റ്റേഷനിലേക്ക് പോകരുത്, അങ്ങനെ പ്രകടനം നടത്തിയാൽ പോലീസിന്റെ ഭാഗത്തു നിന്ന് തടയും എന്നൊരു കാര്യം ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഷോൺ ജോർജിനെ ഈരാറ്റുപേട്ട CI വിളിച്ച് മാറ്റി നിർത്തി സംസാരിക്കുകയാണ്. എന്തായാലും ഈ പ്രകടനം ഒഴിവാക്കുന്നതിനുള്ള ശ്രമമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നാണ് എന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. പക്ഷേ നമുക്കറിയാം, രാവിലെ ഒരു 7 മണി മുതൽ തന്നെ പോലീസ് സംഘം ഈ വീടിന് സമീപത്ത് നിലയുറപ്പിച്ചിട്ടുണ്ട്. അവർ PC ജോർജ് അകത്തേക്ക് വന്നാൽ അറസ്റ്റ് ചെയ്യണമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കിയിരുന്നത്. പക്ഷേ നോട്ടീസ് അനുസരിച്ച്, അതായത് ശനിയാഴ്ചയാണ് നോട്ടീസ് നൽകിയത്, അന്ന് തന്നെ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് തനിക്ക്, അതുകൊണ്ട് തിങ്കളാഴ്ച 12 മണിക്ക് മുമ്പ് ഹാജരാകാം എന്നാണ് PC ജോർജ് അറിയിച്ചത്. ഇന്ന് രാവിലെ നമ്മൾ സംസാരിച്ചപ്പോഴും PC ജോർജിന്റെ മകൻ ഷോൺ ജോർജ് പറഞ്ഞത് ആ നോട്ടീസിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് രാവിലെ തന്നെ പോലീസ് സ്റ്റേഷനിൽ ഹാജരാകും, അതിൽ വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. PC ഏതാണ്ട് ഒരു 9 മണിയോടുകൂടി വീട്ടിലേക്ക് എത്തും എന്നുള്ളതാണ് അറിയിച്ചിരുന്നത്. അതനുസരിച്ച് എത്തും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ പോലീസിന്റെ ഭാഗത്തുനിന്ന് അറസ്റ്റ് ചെയ്യാൻ സാധ്യതകളുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവസരങ്ങളുണ്ടെങ്കിൽ അത് പരിഗണിക്കും എന്നൊരു കാര്യം നേരത്തെ വ്യക്തമാക്കിയിരുന്നു. പ്രത്യേകിച്ച് വീട്ടിലേക്ക് അദ്ദേഹം വരുന്ന വഴിക്ക് അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും വെച്ച് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ കഴിയുന്ന സാഹചര്യമുണ്ടെങ്കിൽ അത് ശ്രമിക്കും എന്നുള്ള ഒരു കാര്യം പറഞ്ഞിരുന്നു. എന്തായാലും ഇപ്പോൾ ഒരു കാര്യം വ്യക്തമായിട്ട് CI വന്നത് ഈ ഒരു പ്രകടനമായി ഈരാറ്റുപേട്ട ടൗണിലൂടെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നത് ഒഴിവാക്കാനുള്ളൊരു ശ്രമമാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. അതൊരു ക്രമസമാധാന പ്രശ്നമായി മാറാൻ സാധ്യതയുണ്ട്. കാരണം ഈ യൂത്ത് ലീഗ് അടക്കമുള്ള സംഘടനകളാണ് ഇത് സംബന്ധിച്ച് PC ജോർജിനെതിരെ പരാതി കൊടുത്തത്. സ്വാഭാവികമായും അവരുടെ ഭാഗത്തുനിന്ന് ഒരു പ്രതിഷേധമോ അല്ലെങ്കിൽ അത്തരം തർക്കങ്ങളോ ഉണ്ടായാൽ അത് മറ്റൊരു ക്രമസമാധാന പ്രശ്നമായി മാറാൻ സാധ്യതയുണ്ട് എന്നത് കൂടി മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഇത്തരം ഒരു നടപടി ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും പോലീസ് ശ്രമിക്കുന്നത് ഈ പ്രതിഷേധ പ്രകടനത്തിൽ നിന്ന് അല്ലെങ്കിൽ പ്രകടനമായി ഇവിടെ നിന്ന് പോകുന്നത് ഒഴിവാക്കാനുള്ള ഒരു അനുനയ ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് CI എത്തിയത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഹരി അടക്കമുള്ള BJP നേതാക്കൾ ഇവിടെയുണ്ട്. അവർ പറയുന്നത് ഇപ്പോൾ ഏതെങ്കിലും തരത്തിൽ പ്രകടനം നടത്തുന്നതായി തങ്ങൾ പ്രഖ്യാപിച്ചിട്ടില്ല. പക്ഷേ ആ കാര്യത്തിലൊക്കെ തീരുമാനമെടുക്കുന്നത് PC ജോർജ് കൂടി ഇവിടെ എത്തിയതിനു ശേഷമായിരിക്കും തീരുമാനം എടുക്കുക എന്നുള്ളതാണ് വ്യക്തമാക്കിയത്. JNS ഞാൻ മടങ്ങി വരാം. ഇപ്പോൾ ഈരാറ്റുപേട്ട പോലീസ് സ്റ്റേഷനിൽ നിന്നും രാഗിൻ കൂടി ഒപ്പം ചേർന്ന വിവരങ്ങളുമായി. രാഗിൻ, അവിടെ എന്താണ് നിലവിലത്തെ അവസ്ഥ? ഈരാറ്റുപേട്ട പോലീസ് സ്റ്റേഷനാണ്. ഇവിടെ എല്ലാ കാര്യങ്ങളും സജ്ജമാണ്. കൂടുതൽ പോലീസ് സംഘം ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. തിടനാട് ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ നിന്നുള്ള പോലീസ് സ്റ്റേഷനുകളിലെ ഉള്ള ഉദ്യോഗസ്ഥരൊക്കെ തന്നെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. എന്തായാലും 10 മണിയോടുകൂടി PC ജോർജ് ഇവിടേക്ക് എത്തും എന്നാണ് ഇപ്പോൾ നേരത്തെ അറിയാൻ കഴിഞ്ഞിരുന്നത്. എന്നാൽ അത് സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ഇപ്പോഴും ദുരൂഹത അല്ലെങ്കിൽ വ്യക്തത ഇല്ല. കാരണം PC ജോർജ് എവിടെയെന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല. പോലീസ് സംഘം അതിനു മുൻപേ തന്നെ അറസ്റ്റിനുള്ള നീക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഇന്നലെ മുതൽ തന്നെ അതിനുള്ള നീക്കങ്ങൾ തുടങ്ങിയതായാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഈ വിദ്വേഷ പ്രസംഗവുമായി ബന്ധപ്പെട്ട കേസിൽ PC ജോർജിന്റെ അറസ്റ്റ് ഇന്ന് തന്നെ ഉണ്ടാകും എന്നാണ് പോലീസ് വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. ഇന്ന് പ്രകടനമായി ഇവിടേക്ക് എത്തുമോ അല്ലെങ്കിൽ നേരിട്ട് ഇവിടേക്ക് എത്തുമോ എന്ന കാര്യങ്ങളിലൊന്നും തന്നെ ഇപ്പോഴും ഒരു വ്യക്തതയും മറ്റു കാര്യങ്ങളും വന്നിട്ടില്ല. എന്തായാലും പോലീസ് സംഘം ഇപ്പോൾ പ്രധാനമായും പറയുന്നത് ഇന്ന് അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം വിശദമായി തന്നെ ചോദ്യം ചെയ്യലുണ്ടാകും. ചോദ്യം ചെയ്ത ശേഷം തൊട്ടടുത്ത് തന്നെയാണ് ഈരാറ്റുപേട്ട കോടതി, അവിടെ ഹാജരാക്കും. തുടർന്ന്
തുടർ നടപടികൾ സ്വീകരിക്കുമെന്നതാണ്. നേരത്തെ ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുകയായിരുന്നു ഉണ്ടായിരുന്നത്. മാത്രമല്ല കൃത്യമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ സുപ്രധാനമായിട്ടുള്ള ജഡ്ജ്മെന്റ് കൂടിയായിരുന്നു അത്. പല സുപ്രധാന കാര്യങ്ങളും അതിൽ സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് പോലീസ് സംഘം നോട്ടീസുമായി വീട്ടിലെത്തിയത്. പക്ഷേ PC അപ്പോൾ ഉണ്ടായിരുന്നില്ല. പിന്നീട് സാവകാശം ചോദിച്ചു. ഇന്ന് ഹാജരാകാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും പോലീസ് PC ജോർജ് ഹാജരാകുന്നത് നോക്കി നിൽക്കുന്നില്ല, മറിച്ച് അതിനു മുൻപേ അറസ്റ്റിനുള്ള നീക്കങ്ങൾ പോലീസ് തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും വരും മണിക്കൂറുകൾ ഉദ്വേഗജനകമായിരിക്കും, നിർണായകമായിരിക്കും. PC ജോർജിന്റെ നീക്കങ്ങൾ കൂടി അറിയേണ്ടതുണ്ട്. കാരണം പ്രകടനം എന്ന നിലയിൽ ഇവിടേക്ക് എത്തുക അത് പോലീസ് ഉദ്ദേശിക്കുന്നില്ല, അല്ലെങ്കിൽ പോലീസ് അനുവദിക്കാൻ സാധ്യതയില്ല. അതിനുമുൻപ് തന്നെ അറസ്റ്റ് കൊടുക്കാൻ വന്നതാണ്. പോലീസിന്റെ അനുമതി മേടിച്ചിട്ടല്ല ഇത്രയും കാലം ഈ രാഷ്ട്രീയ പ്രസ്ഥാനം മുന്നോട്ട് പോയത്. അല്ല, അദ്ദേഹം ഹാജരാവും. അദ്ദേഹം ഇന്ന് ഹാജരാകും എന്ന് പറഞ്ഞിട്ടുണ്ട്. രാവിലെ 10 മണിക്ക് ഹാജരാവും. അല്ല, പോലീസ് പ്രകോപനം സൃഷ്ടിക്കാതെ നമുക്കറിയില്ല. അവർ സൃഷ്ടിക്കോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയില്ല. നമ്മളത് നോക്കുന്നില്ല. നമ്മൾ ഹാജരാകാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഹാജരാകും. പാർട്ടി പ്രവർത്തകരുടെ പൂർണ്ണ പിന്തുണ അദ്ദേഹത്തിനൊപ്പം ഉണ്ടാവും. ഞങ്ങൾ അദ്ദേഹത്തിന്റെ പിന്തുണ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് പ്രവർത്തകരുടെ വന്നിരിക്കുന്നത്. മറ്റൊരു കാര്യത്തെ പറ്റിയിട്ട് BJP ആലോചിച്ചിട്ടില്ല. പോലീസിന് ഒരുപാട് സംശയങ്ങളുണ്ട്. പോലീസിന്റെ സംശയമെല്ലാം തീർക്കലല്ലോ നമ്മുടെ പണി. അവരൊക്കെ സംശയങ്ങളുണ്ടാവും. പക്ഷെ നമ്മളൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്. പാർട്ടി PC ജോർജ് ഈ വിഷയത്തിൽ PC ജോർജ് പറഞ്ഞ കാര്യത്തിന്മേൽ PC ജോർജിനെതിരായിട്ട് വന്നിരിക്കുന്ന അല്ലെങ്കിൽ കേരളത്തിന്റെ ഭരണകൂടം PC ജോർജിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ BJP ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഒളിവിലൊന്നുമല്ലല്ലോ. എവിടെ ഒളിവിൽ? ആരാണ് ഒളിവിലെന്ന്? അദ്ദേഹം സ്വസ്ഥമായിട്ട് ഇരിക്കാൻ സമ്മതിക്കൂ. അദ്ദേഹം ഒന്ന് ഇരിക്കട്ടെ എവിടെയെങ്കിലും. PC ജോർജ് നടത്തിയ പരാമർശത്തെ പറ്റി ഇപ്പം പറയാൻ അത് ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വം പറയും. നിങ്ങൾക്ക് സംസ്ഥാന അധ്യക്ഷനോട് ഇത്തരം കാര്യങ്ങൾ ചോദിക്കാം. നമ്മളിവിടെ വന്നിരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ PC ജോർജിന് പിന്തുണ കൊടുക്കാൻ വേണ്ടി വന്നിരിക്കുന്നത്. അതായത് PC ജോർജ് എന്ത് പറഞ്ഞാലും അതിനെതിരായിട്ട് നടപടി എടുക്കുന്ന ഒരു സമൂഹം ഇവിടെയുണ്ട്. ഇപ്പോൾ കേരളത്തില് ഈ പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിൽ PC ജോർജ് തോൽക്കാനുണ്ടായ സാഹചര്യത്തെ പറ്റിയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ PC ജോർജിനെ ഇവിടെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോഴത്തെ ഭരണകൂടം ആരുടെ പിന്തുണയാണോ നേടിയത് ഇവിടെ, ആ പിന്തുണ നേടിയവരെ സംരക്ഷിക്കാനും അല്ലെങ്കിൽ അവർക്കൊപ്പം നിൽക്കാനും വേണ്ടിയിട്ട് എടുക്കുന്ന ആസൂത്രിതമായ നീക്കത്തിനെതിരായിട്ടുള്ള PC ജോർജിന്റെ നടപടികൾക്കാണ് നമ്മൾ പിന്തുണ കൊടുത്തിരിക്കുന്നത്. അല്ലാതെ BJP പ്രകടനം നടത്താൻ നിശ്ചയിച്ചിട്ടുണ്ടോ? ഇല്ല, BJP പ്രകടനം നടത്തുന്നില്ല. അത് നിശ്ചയിച്ചിട്ടില്ല. BJP മുൻകൂറായിട്ട് ഞങ്ങൾ ഒന്നും നിശ്ചയിച്ചിട്ടില്ല. ഞങ്ങൾ ഇവിടെ പറഞ്ഞല്ലോ കൂടുതൽ പോലീസ് ഇറങ്ങിയിട്ടുണ്ട്. വരും, പോലീസ് എത്ര വേണം വരട്ടെ. അല്ല, പരാമർശത്തെ പിന്തുണയ്ക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ PC ജോർജിന് പിന്തുണ എന്ന് പറഞ്ഞാൽ അത് ഏതർത്ഥത്തിലും എടുക്കാം. പരാമർശത്തിനല്ല. PC ജോർജ് പിന്തുണ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഭാരതീയ ജനതാ പാർട്ടിയുടെ രാഷ്ട്രീയ നേതാവ് എന്ന നിലയിൽ അദ്ദേഹത്തെ ഞങ്ങൾ പിന്തുണയ്ക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിനെതിരായിട്ട് കേരളത്തിന്റെ ഭരണകൂടം അദ്ദേഹത്തെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അദ്ദേഹം നടത്തിയ പരാമർശത്തിന്റെ അദ്ദേഹം പിറ്റേ ദിവസം തന്നെ ക്ഷമ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ ഞാൻ ചോദിച്ചോട്ടെ, ഇവിടെ ഹമാസിന്റെ നേതാക്കന്മാരെ ആനപ്പുറത്ത് വെച്ച് എഴുന്നള്ളിച്ചു. നിങ്ങൾക്ക് ആർക്കെങ്കിലും ആ വിഷയത്തെ പറ്റി നിങ്ങൾ എത്ര ദിവസം ചർച്ച നടത്തി? ഇവിടെ എന്ത് നടപടിയാണ് എടുത്തത്? അവരുടെ ഫോട്ടോ വെച്ച് അവരെ കൊണ്ടുവന്ന് പ്രസംഗിപ്പിച്ചു. ഇവിടെ എന്ത് നടപടി എടുത്തു? അവലും മലരും കുന്തിരിക്കും കരുതി വെക്കാൻ പറഞ്ഞു. എന്ത് നടപടിയാണ് ഇവിടെ എടുത്തത്? ഗണപതി മിത്താണെന്ന് പറഞ്ഞു. ആരാ പറഞ്ഞത്? നിയമസഭയ്ക്കകത്തിരിക്കുന്ന ഒരു വ്യക്തി പറഞ്ഞു. എന്ത് നടപടിയാണ് എടുത്തിരിക്കുന്നത്? ഹിന്ദു സ്ത്രീകളെ മുഴുവൻ അപമാനിച്ചിട്ടുണ്ട്. എന്തെങ്കിലും നടപടി എടുത്തോ? ആ പുസ്തകം പ്രകാശനം ചെയ്യാൻ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ പോകുന്നുണ്ട്. ഇവിടെ യാതൊരു നടപടിയുമില്ല. PC ജോർജ് മാത്രം എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിനെതിരെ നടപടി എടുക്കുന്ന ഒരു സമൂഹം. അങ്ങനെ PC ജോർജിനെ വിട്ടുകൊടുക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. അല്ല, അപ്പൊ ഞാൻ ചോദിച്ചതിന് മറുപടി പറ. ഞാൻ പറഞ്ഞതിന്റെ മറുപടി പറ. ഹമാസിന്റെ നേതാവിനെ ആനപ്പുറത്തിരുത്തി ഇവിടെ പ്രകടനം നടത്തി. എന്ത് നടപടി എടുത്തു? മാധ്യമങ്ങൾ എത്ര ദിവസം ചർച്ച ചെയ്തു? കോടതിയുടെ പരാമർശം ഞാനൊന്നും പറയുന്നില്ല. അത് പറയാൻ ഞാൻ ആളായിട്ട്. സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാടും ജില്ലാ നേതൃത്വത്തിന്റെ നിലപാടും ഒരുപോലെയാണ്. 2 ജില്ലാ പ്രസിഡന്റുമാരുടെ വന്നിട്ടുണ്ട്. ഞങ്ങൾ പാർട്ടിയുടെ സംസ്ഥാന ഘടകം പറയുന്നതനുസരിച്ച് പ്രവർത്തിക്കുന്നവരാണ്. ഇന്ന് തന്നെ അദ്ദേഹം കീഴടങ്ങും. ഹാജരാകാനാണ് പോകുന്നത്. PC ജോർജ് ഹാജരാകാൻ പോവാണ്. നെഞ്ചുവേദന അഭിനയിച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. പറയാം, നിങ്ങളുടെ എന്നതിൽ എന്തെങ്കിലും വ്യക്തത വരുത്താമോ? അല്ല, ഞങ്ങളിവിടെ കാണുന്നു. സാധാരണ ഞങ്ങൾ വീട്ടിൽ ഒരു ഉമ്മറത്തിരിക്കാറ്. ഞങ്ങൾ ഇവിടെ കാണുന്നില്ല. അപ്പൊ BJP നേതാക്കന്മാരോടും ചോദിക്കാൻ വെച്ചിട്ട് എവിടെയാണെന്ന്. ഞാനിവിടെ വന്ന് ഇറങ്ങിയതേ ഉള്ളൂ. ഞങ്ങൾ അതിന്റെ അകത്തേക്ക് കയറിക്കോട്ടെ. വീട്ടിലുണ്ടെന്നാണോ? ഞാനൊന്ന് അകത്ത് കയറട്ടെ, ചോദിക്കട്ടെ.
ബി ജെ പിയുടെ നേതാക്കൾക്ക് പോലും അറിയില്ല. ഇങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ